UDF ഘടകകക്ഷികളുമായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ കൂടിക്കാഴ്ച തുടരുന്നു. RSP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങി. ഷിബു ബേബി ജോൺ, A അസീസ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഇതിനുശേഷം മുസ്ലിം ലീഗ് നേതാക്കളെ കാണും. KR സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, ഘടകകക്ഷികളുമായി എന്ത് ആശയവിനിമയമാണ് AICC നടത്തുന്നത്? അജിംസ, ഇന്നലെ മുതലാണ് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഓരോ ഘടകകക്ഷികളെയും പ്രത്യേകം കണ്ടുകൊണ്ടുള്ള കൂടിക്കാഴ്ചകൾ ആരംഭിച്ചത്. ഇന്നാണ് RSP മുസ്ലിം ലീഗുമായുള്ള ചർച്ചകൾ നടക്കുന്നത്. RSPയുമായുള്ള ചർച്ചകൾ ഏതാണ്ട് 10:30 KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും തന്നെ AICC നേതൃത്വം ഇപ്പോൾ കേരളത്തിലെ ഘടകകക്ഷികളിൽ നിന്നും ആരായുന്ന പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായുള്ള മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു കാര്യം, കേരളത്തിലെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പടലപ്പണക്കങ്ങൾ നിലനിന്നിരുന്നു. തുടർന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഹൈക്കമാൻഡ് കൂടിക്കാഴ്ചകൾ നടത്തുകയും ഐക്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കേരളത്തിലെ കോൺഗ്രസിൽ പരസ്യമായ വിഴുപ്പലക്കലുകൾക്കുണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ ഘടകകക്ഷികളെ AICC നേതൃത്വം കാണുന്നത്. സ്വാഭാവികമായും ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അനൈക്യങ്ങൾ രൂപം കൊള്ളില്ല എന്ന ഉറപ്പാണ് ഘടകകക്ഷികൾക്ക് നൽകുന്നത്. ഇതോടൊപ്പം സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ ഘടകകക്ഷികളുടെ നിലപാടുകൾ ആരായുന്നുണ്ട്. സീറ്റ് വിഭജനം നേരത്തെയാക്കണമെന്നാണ് ഇതുവരെ സംസാരിച്ച എല്ലാ ഘടകകക്ഷികളും ആവശ്യം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, UDFന്റെ അടിത്തറ വിപുലീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവണം, അതിന് കോൺഗ്രസ് മുൻകൈ എടുക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചകളിൽ ഉണ്ടായിട്ടുണ്ട്. സമാനമായ ആവശ്യങ്ങൾ തന്നെയായിരിക്കും RSP മുന്നോട്ട് വയ്ക്കുക. പ്രത്യേകിച്ച് അടിത്തട്ട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല, കാര്യക്ഷമമായ രീതിയിൽ നടക്കുന്നില്ല എന്ന വിമർശനം UDFലെ ഘടകകക്ഷികൾ അടക്കമുള്ളവർക്ക് ഉണ്ട്. അവർ AICC നേതൃത്വത്തിൻ്റെ മുന്നിൽ അക്കാര്യവും മുന്നോട്ട് വയ്ക്കും. അവർക്കെല്ലാം AICC നേതൃത്വത്തിന് നൽകാനുള്ള ഉറപ്പ് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അവസരങ്ങളിൽ AICC നേതൃത്വം ഇടപെടും എന്നതടക്കമുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് UDF സംവിധാനത്തെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് AICC നേതൃത്വം നടത്തുന്നത്. UDF ഘടകകക്ഷികളുമായുള്ള AICCയുടെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്.